blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം സ്പെഷ്യലായി നിങ്ങളെ സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നുള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഒരു വെൽ വിഷറാണ്. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആ കുടുംബത്തിനു വേണ്ടി ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി ലോകം എമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പേർ ഒരുമിച്ച് ഒരേ സമയത്ത് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അനേകരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ തീർച്ചയായും ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ആ കുടുംബം ഇന്ന് നമുക്കൊരു അനുഗ്രഹമായി മാറുകയാണ്. കർത്താവെ, ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇത് സ്പോൺസർ ചെയ്ത ആ വെൽവിഷർ കർത്താവത്തിൻ്റെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളിൽ നിന്നും താൻ സൗഖ്യമാകട്ടെ. കർത്താവെ, തൻ്റെ എല്ലാ രോഗങ്ങളും താൻ പുറത്തു വരട്ടെ. ഓസ്റ്റിയോപൊറോസിസ് സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, തൻ്റെ മസിൽസിലുള്ള വീക്ക്നെസ്സുകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നടക്കുവാനുള്ള ആ ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, എല്ലാ പൈൽസ് രോഗവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹിമോഗ്ലോബിൻ വളരെ ലോ ലെവലിലായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് നോർമൽ ആകട്ടെ. വായ്ക്കകത്ത് വരുന്ന സോഴ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തൻ്റെ അമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം നൽകണമേ. അതുപോലെ കർത്താവെ, ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ ഹൈ BP നോർമലായി മാറട്ടെ. ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാകട്ടെ. ആസ്മ മാറിപ്പോകട്ടെ. മെമ്മറി ലോസ് യേശുവിൻ്റെ നാമത്തിൽ മാറി നല്ല മെമ്മറി ഉണ്ടാകട്ടെ. കർത്താവരെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവ് ഒരു വലിയ വിടുതലും സൗഖ്യവും കർത്താവെ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവിൻ്റെ അനുഗ്രഹം സമൃദ്ധിയായി ഈ ഭവനത്തിൻ്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ തന്നെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സിനോടും ഞാൻ പറയുകയാണ്, ഈ വർഷം പല എപ്പിസോഡുകൾ നിങ്ങൾക്കും നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷൻസ്, ജന്മദിനമോ വിവാഹ വാർഷികമോ അതുപോലുള്ള ഏതെങ്കിലും ഒരു അവസരത്തിലോ അല്ലാതെയോ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. അതിലൂടെ കർത്താവ് ഒത്തിരി 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 നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ നമ്മൾ പുതുതായി ആരംഭിച്ച ആ സന്ദേശത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് തുടരുകയാണ്. ദ ABC ഫോർമുല ഫോർ സക്സസ്, വിജയത്തിൻ്റെ സൂത്രവാക്യം. അതിൻ്റെ 3rd പാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്, എങ്കിലും സന്തോഷിക്കുവിൻ, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ നെഗറ്റീവ് സിറ്റുവേഷൻ, ഉദാഹരണത്തിന് വർത്തമാന പത്രങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോൾ, ടെലിവിഷൻ ചാനലുകളിൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു ദുഃഖവും നിരാശയും ഭീതിയും ചില സമയത്ത് ഭയവും ഒക്കെ കൊണ്ടുവരുന്ന പലതും നെഗറ്റീവായി ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ഉള്ളപ്പോൾ യേശു പറയുകയാണ്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. എത്രയൊക്കെ പ്രവർത്തിച്ചാലും എത്രയൊക്കെ മാറ്റം വരുത്താൻ ശ്രമിച്ചാലും മാറ്റം വരാത്തതായി പലതും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. കഷ്ടതകൾ പലതും കാണാം. എന്നാൽ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അത് യേശുവിൻ്റെ മനോഭാവമാണ്. ഇതുപോലെ ലാസർ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട സമയത്ത് യേശു പറഞ്ഞത്, ലാസർ ഉറങ്ങുക. കാരണം മരണത്തിൻ്റെ മേൽ തനിക്ക് അധികാരമുള്ളതുകൊണ്ട് യേശു പറയാം, ലാസർ ഉറങ്ങുകയാണ്, നമുക്കവനെ ഉണർത്താൻ പോകാം. യേശു കാണുന്നത് വേറൊരു മനോഭാവത്തില്ല, സാധാരണ ആളുകൾ കാണുന്നത് പോലെ അല്ല.
വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ, അവർ സഞ്ചരിക്കുന്ന ബോട്ട് അതിശക്തമായി ആടി ഉലഞ്ഞ് കാറ്റിലും കോളിലും പെട്ട് അതിലുള്ള എല്ലാവരും മുങ്ങി മരിക്കും. അപ്പസ്തോലന്മാരുടെ ശവശരീരം പിറ്റേ ദിവസം ഗലീല കടലിലൂടെ ഒഴുകി നടക്കും. ഇതാണ് അവർ കാണുന്നത്. അവർ മുങ്ങി താണുകൊണ്ടിരിക്കുക. പക്ഷെ മലമുകളിൽ പ്രാർത്ഥിച്ച യേശു ഒരു വഞ്ചിയുടെ പോലും സഹായമില്ലാതെ ഒരു കൂട്ടരെ മുക്കി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അതേ കടലിൻ്റെ തിരമാലകളുടെ മുകളിൽ കാൽ ചവിട്ടി നടന്ന് അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഡു നോട്ട് ബി അഫ്രൈഡ്, നിങ്ങൾ പേടിക്കണ്ട. ഇതാണ് യേശു, ഓവർകമ്മിങ് സ്പിരിറ്റ്. അത് തൻ്റെ മനോഭാവമാണ്. ആ മനോഭാവമാണ് തന്നെ ക്രൂശ് ചുമക്കാനും നമുക്ക് വേണ്ടി ജീവൻ തരാനും തൻ്റെ ലൈഫിലെ ആ പുൽത്തൊട്ടിലിൽ നിന്നും ദൈവിക സിംഹാസനം വരെയുള്ള ഉയർച്ചയ്ക്കൊക്കെ കാരണമായത്. ഇതുപോലെ തന്നെ പൗലോസിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു. പൗലോസിൻ്റെ കാര്യത്തിൽ താൻ ഒത്തിരി കഷ്ടതകളിലൂടെ താൻ പോയി. എന്നാൽ അവിടെ തനിക്ക് ഇതുപോലൊരു വലിയ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. കഷ്ടതകൾ വരുമ്പോൾ സാധാരണ നമ്മളൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടതകൾ മാറിപ്പോകുക എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, അതിലൊരു പങ്കാളിയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു പാർട്ട്ണർ വിത്ത് ദ സഫറിങ് ഓഫ് ജീസസ്. അതായിരുന്നു തൻ്റെ മനോഭാവം. അപ്പോൾ കഷ്ടത അല്ലാതായിത്തീരുന്നു. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പല ലേഖനങ്ങളും അദ്ദേഹം എഴുതുമ്പോൾ കാരാഗൃഹത്തിനകത്തിരുന്നുകൊണ്ട് ശരിയായ രീതിയിലുള്ള വെളിച്ചമോ സ്റ്റേഷനറിയോ ഒന്നും ഇല്ലാതെ മലിനജലത്തിലൊക്കെ നിന്ന് 4 അടി മാത്രം ഉയരമുള്ള സെല്ലിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എഴുതി. എന്നിട്ട് പറഞ്ഞ കർത്താവിൽ സന്തോഷിപ്പിക്കും. ഇങ്ങനെ മനോഭാവമാണ് പറുദീസ നമുക്കുണ്ടാക്കി തരുന്നത്. ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ബിക്കോസ് യു ആർ മിസറബിൾ doesn't mean you can't enjoy your life. നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ ദുരിതപൂർണമാകാം എന്നതുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ പാടില്ലെന്നില്ല. എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ്. ചെറിയൊരു പ്രശ്നത്തെ തന്നെ വലുതായി കാണുന്ന പലരുമുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പാനിക് ചെയ്യുന്നവർ. ചെറിയൊരു പ്രശ്നം, അയ്യോ രക്ഷിക്കണേ, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേ എന്ന് പറയുന്ന പലരുമുണ്ട്. എന്നാൽ വലിയ പ്രശ്നം വന്നാൽ അതൊക്കെ ദൈവം നോക്കിക്കോളും എന്ന് പറയുന്നവരും ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ആണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അനറ്റ് ഗുഡ് ഹാർട്ട് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ ഓൺലി ഡിസബിലിറ്റി ഇൻ ലൈഫ് ഈസ് എ ബാഡ് ആറ്റിറ്റ്യൂഡ്. അംഗവൈകല്യം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ആ അംഗവൈകല്യം, യഥാർത്ഥ അംഗവൈകല്യം തെറ്റായ ഒരു മനോഭാവം മാത്രമാണ്. ഉദാഹരണത്തിന് കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, പല അവയവങ്ങളില്ലാത്തവർ, കാഴ്ചശക്തിയില്ലാത്തവർ, സംസാരശേഷിയില്ലാത്തവർ, കേൾവിശക്തിയില്ലാത്തവർ ഒക്കെ, ഇതൊക്കെ ഉള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഹെലൻ കെല്ലർ, ഇതൊന്നുമില്ല. പക്ഷേ ആ സ്ത്രീരത്നത്തിൻ്റെ ലോകത്തിനുള്ള സംഭാവന നമുക്കറിയാം. ഇതുപോലെ കൈകളില്ലാത്തവർ അതിമനോഹരമായ പെയിൻറ്റിങ്ങുകൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സോ അംഗവൈകല്യമല്ല അംഗവൈകല്യം. യഥാർത്ഥ അംഗവൈകല്യം എന്ന് പറയുന്നത് ശരീരത്തിലെ അവയവങ്ങൾ ഇല്ലാതിരിക്കുകയോ ശരീരത്തിലെ അവയവങ്ങളുടെ വൈരൂപ്യമോ അല്ല. തെറ്റായ ഒരു ചിന്താഗതിയാണ്, തെറ്റായ മനോഭാവമാണ് യഥാർത്ഥ അംഗവൈകല്യം. അതിൻ്റെ അർത്ഥം ശരീരം ഏതവസ്ഥയിലായാലും കഴുത്തിന് താഴേക്ക് പാരലൈസ്ഡായി പോയ ഒരു പെൺകുട്ടി ബ്രഷ് വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് പെയിൻറ്റിങ്ങുകൾ നടത്തിയത്, ഓരോ പെയിൻറ്റിങ്ങിന് ശേഷം അതിൻ്റെ അവസാനം PTL, പ്രൈസ് ദ ലോർഡ് എന്നെഴുതിക്കൊണ്ട് ഒത്തിരി മനോഹരമായ പെയിൻറ്റിങ്ങുകൾ, ശരീരത്തിൻ്റെ താഴേക്ക് മുഴുവൻ തളർന്നു കിടക്കുക, ഇവിടെ മാത്രമേ അനങ്ങുന്നുള്ളൂ,
അതിൽ ബ്രഷ് കടിച്ചു പിടിച്ചുകൊണ്ട് ചായത്തിൽ മുക്കി പെയിൻറ്റിങ്ങുകൾ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് അപ് ടു us. നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ലൈഫിനെ എന്താക്കി മാറ്റണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. മറ്റുള്ളവരല്ല, നമ്മളാണ്. വില്യം ജെ ബെന്നറ്റ് എന്ന് പറയുന്ന ആള് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ടഫ്നെസ് ഈസ് ഇൻ ദ സോൾ ആൻഡ് സ്പിരിറ്റ്, നോട്ട് ഇൻ മസിൽസ്. ഒരു വ്യക്തിത്വത്തിൻ്റെ കരുത്ത് മസിലുകളിലല്ല, തൻ്റെ ദേഹിയിലും തൻ്റെ മനസ്സിലും തൻ്റെ ആത്മാവിലുമാണ് ഇരിക്കുന്നത്. വളരെ വലിയ ബോഡി ബിൽഡേഴ്സ് ഉണ്ടാകാം, കണ്ടാൽ മറ്റുള്ളവർക്ക് ബാഹ്യരൂപത്തിൽ ഭയാനകമായ വ്യക്തികളായിരിക്കാം, പക്ഷെ ഉള്ളിൽ ഭീരുവായിരിക്കാം. എന്നാൽ മറ്റു ചിലരുണ്ട്, വളരെ തിന്നായിരിക്കാം, പക്ഷെ അകത്തൊരു ധൈര്യം, ആത്മാവിലൊരു കരുത്ത്, മനസ്സിലൊരു ധൈര്യം. അങ്ങനെയുള്ളവരുണ്ട്. ഇതെല്ലാം മനോഭാവമാണ് നിയന്ത്രിക്കുന്നത്. ഈ സന്ദേശം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ ബ്ലെസ്സിങ് ടുഡേയുടെ എല്ലാ വ്യൂവേഴ്സിനെയും ദൈവം ശരിയായ ദൈവികമായ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുള്ള ഒരു മനോഭാവം തന്ന് അനുഗ്രഹിക്കട്ടെ എന്നാണ് ഉള്ളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മളെ ബാധിക്കില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അതിലേക്ക് വളരാൻ ഉള്ള ഒരു പ്രയത്നം നമ്മളിൽ ഉണ്ടാകണം. ഇതുപോലെ വിജയത്തിലേക്ക് എത്തിച്ചേർന്ന മറ്റു ചിലർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, അതുകൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഹ്യൂ ഡൗൺ എന്ന ആള് പറഞ്ഞിരിക്കുന്നത്, വി കനോട്ട് ചേഞ്ച് ദ ഫാക്ട് ദാറ്റ് പീപ്പിൾ ആക്ട് ഇൻ എ സെർട്ടൺ വേ. ചില ആളുകൾ ചില പ്രത്യേക രീതിയിലെ പെരുമാറും, അതും നമുക്ക് മാറ്റാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് വ്യത്യാസം വന്നാലേ എനിക്ക് സന്തോഷം ഉണ്ടാവും. ഇങ്ങനെ വാശി പിടിക്കുന്നതിലും കാര്യമില്ല. അവർ മിക്കവാറും അവർക്കൊരു പക്ഷേ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവരങ്ങനെ തന്നെ ജീവിച്ചെന്നിരിക്കും. വി കനോട്ട് ചേഞ്ച് ദ ഇനെവിറ്റബിൾ. ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, ഒഴിച്ചുകൂടാനാവാത്തതിനെ ഒന്നും നമുക്ക് മാറ്റാൻ അതൊക്കെ അങ്ങനെ കിടക്കും. The only thing we can do is play on the one string we have, and that's our attitude. ആകെക്കൂടെ നമുക്ക് മാറ്റാൻ കഴിയുന്നത് നമുക്ക് സ്വാധീനമുള്ള ഒന്നാണ്, അത് നമ്മുടെ മനോഭാവമാണ്. ഉദാഹരണത്തിന്, ഭർത്താവ് മദ്യപാനിയായ ഒരു ഭാര്യ, എന്നും പ്രശ്നമാണ്, ബഹളമാണ്, പൈസ കൊണ്ടുപോയി കളയുന്നു, ഇതെല്ലാം ഉണ്ട്. ആ സ്ത്രീ ഉള്ളിൽ, ആ ഭാര്യ ഉള്ളിൽ ചിന്തിക്കുകയാണ്, എന്ന് എൻ്റെ ഭർത്താവ് ശരിയാകുമോ അന്നേ ഞാൻ സന്തോഷിക്കും. ഒരുപക്ഷെ ഭർത്താവ് ഒരിക്കലും മദ്യം നിർത്തിയില്ലെങ്കിലോ, ഒരു പക്ഷേ, നിർത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ തന്നെ കുടിച്ച് 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 മരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം ഒരു സന്തോഷവും അനുഭവിക്കാൻ സാധ്യമല്ല. ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രതിഭാസം ഞാൻ നിങ്ങളോട്, ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഓടി വരും. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ന ആൾ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഫാദർ അല്ലെങ്കിൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ കുട്ടികൾ ഒന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിച്ചെന്നിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിച്ചെന്നിരിക്കും, പക്ഷെ മാറ്റമൊന്നും കാണുന്നില്ലെന്നിരിക്കട്ടെ, അവർ ദുഃഖത്തിൽ തന്നെ പോകും. എന്നാൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും അവർ പലരും എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ മാറുമ്പോൾ മാറട്ടെ ബ്രദറെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു, എല്ലാം ഞാൻ കർത്താവിന് വിട്ടുകൊടുത്തു, യേശുവിൻ്റെ കയ്യിലേക്ക് എല്ലാം ഞാൻ കൊടുത്തിരിക്കുക, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു, കർത്താവിൽ സന്തോഷിക്കുന്നു, അതൊക്കെ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് മാറ്റിക്കോളും. അതാണ് ശരിയായ മനോഭാവം. അത് മാറിയാലും മാറിയില്ലേലും ഞാൻ യേശുവിൽ സന്തോഷിക്കും. മറ്റുള്ളവർക്ക് മാറ്റം ഉണ്ടാകുമ്പോഴല്ല ഞാൻ സന്തോഷിക്കാൻ പോകുന്നത്, എൻ്റെ അകത്ത്, എൻ്റെ മനോഭാവത്തിൽ ഞാനൊരു മാറ്റമുണ്ടാക്കി മനഃപൂർവ്വമായി ഞാൻ സന്തോഷിക്കും. ഇൻ അതർ വേർഡ്സ്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എക്സ്റ്റേണൽ, ഇറ്റ് ഈസ് ഇന്റേണൽ. നമ്മുടെ അകത്താണ് ഇതിരിക്കുന്നത്. അങ്ങനെ ഒരു മനോഭാവത്തിലേക്ക് വരാൻ ഇന്ന് തീരുമാനിച്ചാൽ വേഗത്തിൽ സാഹചര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവും. അതിൻ്റെ പുറകെ ആദ്യത്തെ മാറ്റം നടക്കേണ്ടത് നമ്മുടെ അകത്താണ്.
ഇത് ഈ മാറ്റം വന്നാലും ഇല്ലെങ്കിലും. പഴയ നിയമത്തിൽ 3 പിള്ളേരുടെ കഥയുണ്ട്. 3 പിള്ളേരെന്ന് പറഞ്ഞാൽ എബ്രായ ബാലന്മാർ, ഷദ്രക്, മേശക്, അബേദ്നെഗോ. 3 നല്ല യൂത്ത്സാണ്. രാജാവ് പറയുന്നത് പോലെ കേൾക്കാത്തതിന് അവരെ കൊണ്ടുപോയി ഒരു തീച്ചുളയിലിടാൻ തീരുമാനിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ തീച്ചുളയിൽ നിന്നും വിടുവിച്ചാൽ ഇല്ലേലും ഞങ്ങൾ തെറ്റായതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരുടെ മനോഭാവം കണ്ടോ? പലപ്പോഴും പലരും പറയും, പ്രാർത്ഥിക്കും, ദൈവമേ നീ ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഇനി ഞാൻ ദൈവത്തിലും വിശ്വസിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥനയ്ക്കും പോവില്ല, ഇനി ഞാൻ ബൈബിളും വായിക്കില്ല, ഞാൻ ഇതോടെ എൻ്റെ ആത്മീയമായ എല്ലാം നിർത്തുകയാണ്. എന്നാൽ ഈ 3 കുട്ടികൾ പറയുന്നത് കേട്ടായിരുന്നു. അവർ പറയുന്നത്, ദൈവം ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിച്ചാലും ശരി ഇല്ലേലും ശരി ഞങ്ങൾ തെറ്റായ ഒന്നിലേക്കും പോകാൻ പോകുന്നില്ല. ഇത് വെച്ചല്ല ദൈവത്തെ ഞങ്ങൾ, ഈ വ്യവസ്ഥ വെച്ചല്ല ദൈവത്തെ ഞങ്ങൾ സേവിക്കാൻ പോകുന്നത്. വ്യവസ്ഥകളൊന്നും കൂടാതെ ഞങ്ങൾ ദൈവത്തെ ശുശ്രൂഷിക്കും, ദൈവത്തിനായി നിൽക്കും. ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നില്ലേലും ഞാൻ ദൈവത്തിനായി ജീവിക്കും. അങ്ങനൊരു മനോഭാവമാണ് ശരിയായ മനോഭാവം. യേശു ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ശരിയായ മനോഭാവോടെയാണ്. ശരിയായ മനോഭാവത്തിൽ മുന്നിലേക്ക് പോകാൻ ദൈവം എല്ലാവർക്കും ഒരു കൃപ തരട്ടെ എന്ന ഉള്ളിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളും പ്രാർത്ഥിക്കുന്ന പോലെ, ദൈവമേ യേശുവിനുണ്ടായിരുന്നത് പോലൊരു മനോഭാവം എനിക്കുണ്ടാകട്ടെ. ജീവിതത്തിൽ ഔന്നത്യം പ്രാപിച്ച വ്യക്തികൾക്കുണ്ടായ നല്ല മനോഭാവം എനിക്ക് തരണമേ. മനഃപൂർവ്വമായി ആ മനോഭാവത്തിലേക്ക് നമ്മൾ കയറിയേ പറ്റൂ. തിന്മയാണെങ്കിലും നല്ല രീതിയിൽ കാണാൻ, നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ ഉള്ളൊരു തീരുമാനം എടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കും. എന്നാൽ അതിനു മുൻപ് നമുക്ക് ഈ സമയത്ത് മിറക്കിൾസ് ടുഡേയിലേക്ക് പോകാം. ചില അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് കേട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യു ക്യാൻ എക്സ്പെക്ട് മിറക്കിൾസ് ഫ്രം ജീസസ്. ഓവർ ടു മിറക്കിൾസ് ടുഡേ. ബ്രദർ, ഈ നിൽക്കുന്ന ആൻറ്റിയുടെ പേര് അന്നമ്മ എന്നാണ്. പക്ഷേ തൻ്റെ സാക്ഷ്യമല്ല, തൻ്റെ മകനായ സാബുവിൻ്റെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാബു പക്ഷേ ഇപ്പോൾ ഇവിടെയില്ല, ചെന്നൈയിൽ പഠിക്കുകയാണ്. ആ മകനെ 1 വർഷം മുമ്പ് മഞ്ഞപ്പിത്തം വന്നിരുന്നു. മഞ്ഞപ്പിത്തം വന്നിട്ട് അത് ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയി കാണിച്ചു. മരുന്നെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൂടിയും കുറഞ്ഞുമെല്ലാം ഇങ്ങനെ ഇരുന്നു. ഇതിനിടയിൽ, ഈ 1 വർഷത്തിനിടയിൽ ഒരു 13ഓളം ടെസ്റ്റുകൾ നടത്തിയെന്നാണ് പറയുന്നത്. 1 വർഷത്തിനിടയിൽ. അപ്പൊ കൗണ്ട് ഒന്നും അതിനിടയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഈ ആന്റി പറഞ്ഞത് ഇങ്ങനെയാണ്, 8.8ഓളം ആ കൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദൈവം ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ഈ ആന്റി നമ്മുടെ കൊച്ചിയിലുള്ള പത്തരിപ്പാലത്തുള്ള പ്രാർത്ഥനാ സ്ഥലത്തേക്ക്, പ്രെയർ കോൾ സെന്ററിലേക്ക് വിളിച്ചതിന് ശേഷം അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഫോൺ എടുത്ത് പ്രാർത്ഥിച്ച ഒരു സിസ്റ്റർ ആയിരുന്നു. ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, റിപ്പോർട്ടെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും, ഇനി നിങ്ങൾ പോയി ചെക്ക് ചെയ്യുമ്പോൾ ആ കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഈ ആന്റി വന്നപ്പോൾ കൂടെ അതിന്റെ റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. റൈറ്റ്. എന്താണ് റിപ്പോർട്ട്? അതിൽ റിപ്പോർട്ട് അങ്ങനെ ഒരു രോഗമില്ല എന്നുള്ള റിപ്പോർട്ടാണ് കാണുന്നത്. 8.8 ആയിരുന്നത് 0.5 ആയി മാറി. അതിലത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. യെസ്, ഇവിടെ റിപ്പോർട്ടിൽ അത് നെഗറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ടോട്ടൽ ബിൽറൂബിൻ. ഇത് ഓഗസ്റ്റ് മാസം യേശു കർത്താവ് തന്റെ മകന് കൊടുത്ത ഒരു രോഗസൗഖ്യം. 1 വർഷമായിട്ട് ഈ മഞ്ഞപ്പിത്തം വിട്ടു മാറുന്നില്ല. 13 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു. അപ്പോഴെല്ലാം ഇത് ഉണ്ടായിരുന്നു. എന്നാൽ കോൾ സെന്ററിൽ വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അടുത്ത ടെസ്റ്റിൽ അത് നെഗറ്റീവായി മാറി. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഇതിൽ സന്തോഷമുണ്ടോ? മോനിപ്പോ ഹാപ്പിയാണോ? അവിടെ എന്തിനാ പഠിക്കുന്ന മോൻ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാണ്. ഗ്രേറ്റ്. ഈ പുറത്ത് സംസ്ഥാനങ്ങൾ പഠിക്കുന്ന ഒത്തിരി കുട്ടികൾക്ക് അവരുടെ, എനിക്ക് തോന്നുന്നു, ഉപയോഗിക്കുന്ന വെള്ളം കൊണ്ടാകാം, പ്രശ്നങ്ങൾ കൊണ്ടാകാം, ഇതുപോലെ മഞ്ഞപ്പിത്തം വന്ന് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ അറിവിലും കാണും. നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി പഠിക്കുന്ന പല സ്ഥലങ്ങളിൽ ഹോസ്റ്റലുകളിലെല്ലാം നിന്ന് പേയിങ് ഗസ്റ്റായൊക്കെ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവരുടെ പഠനത്തെയും ഭാവിയെയും കോഴ്സിനെയും എല്ലാം തടസ്സപ്പെടുത്തുന്ന രോഗങ്ങളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കർത്താവെ അവരെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ നിഴലിൻ മറവിൽ ഞങ്ങൾ മറച്ചു വയ്ക്കുന്നു. കർത്താവെ, നാശകരമായ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിൽ വരരുത്. ഒരു മഹാമാരി അവരുടെ മേൽ വരരുത്. അവരെ നീ സൂക്ഷിക്കുന്നതിനായി നന്ദി. അതോടൊപ്പം രോഗം അനുഭവിക്കുന്ന ഏത് വ്യക്തിയായിരുന്നാലും, ഏത് രോഗമായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാനിത് പറയുമ്പോൾ തന്നെ ചില വ്യക്തികളിൽ അതിശക്തമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത് ഞാൻ കാണുന്നു. ചില ശരീരങ്ങളിലേക്ക് കുളിരുപോലെ ഒരു വലിയ അനുഭവം കർത്താവ് തരുന്നത്. ചിലരുടെ ശരീരം ചുട്ടു പൊള്ളുന്നത് പോലെ ആയിരിക്കാം. മറ്റു ചിലരുടെ ശരീരത്തിൽ വിദ്യുത് ശക്തി പ്രവഹിക്കുന്നത് പോലെയാകാം. ചില ശരീരങ്ങളിലേക്ക് ഒരു വലിയ പ്രകാശം അടിക്കുന്നത് പോലെയാകാം. എന്നാൽ ദൈവിക രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരനുഭവം പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ലെങ്കിലും നിങ്ങളുടെ രോഗം ഇനി ചെക്ക് ചെയ്യണം. കർത്താവ് അത് എടുത്ത് മാറ്റിയിരിക്കുന്നു. വിശ്വസിക്കുക. ആമേൻ. ഈ അമ്മയെ അനുഗ്രഹിക്കുന്നു, മോനെയും അനുഗ്രഹിക്കുന്നു. ജീസസ് നെയിം. ആമേൻ. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണ അവസരം. ഫെബ്രുവരി 11 തിങ്കളാഴ്ച വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484-422-100, 0484-422-101. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകമായൊരു അലർജി ശരീരത്തിൽ ബാധിച്ച് വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ശരീരത്തിൽ സാധാരണ ആ വ്യക്തിയുടെ സൈസ് എത്രയാണോ അതിൻ്റെ ഡബിൾ പോലെ നീർവീക്കം വന്ന് ശരീരം വല്ലാതെ വണ്ണം കൂടിയിരിക്കുന്ന, നീര് വന്ന് കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. വയറിനകത്തുള്ള അൾസർ, ഫൈബ്രോയിഡ്, ഗർഭാശയത്തിനകത്തുള്ള മുഴകൾ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ. ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകൾ അടഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ഫുഡ് പൈപ്പ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ബ്രീത്തിങ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ദൈവികമായ വലിയ വിടുതൽ ഇപ്പോൾ തന്നെ വന്നു ചേരുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലും രോഗസൗഖ്യങ്ങളിപ്പോൾ ശരീരങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് വന്ന് ഇറങ്ങട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അതുപോലെ ശരീരത്തിലെ ജോയിൻറ്റുകളിൽ വേദനയുള്ള, സന്ധികളിൽ വേദനയുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഒരു സൈഡ് തളർന്നുപോയ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നൊരു സഹോദരൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ ഭാഗത്ത് ഇന്ന് മുതൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകാൻ തുടങ്ങട്ടെ. ബി ഹീൽഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വീൽ ചെയറിലോ ക്രച്ചസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ കർത്താവ് നിങ്ങൾ വിടുവിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. കാൽമുട്ടുകളിൽ സൗഖ്യം നടക്കട്ടെ. ESRൻ്റെ അളവ് യേശുവിൻ്റെ നാമത്തിൽ നോർമൽ ആയി മാറട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം ഇപ്പോൾ ശരീരങ്ങളിലേക്ക് വന്ന് ചേരട്ടെ. താങ്ക് യു ലോർഡ്. ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. എല്ലാറ്റിലുപരിയായി യേശുവിനായി ജീവിക്കുന്നൊരു ഹൃദയം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ. കർത്താവ് നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശ പരമ്പര ഇനിയും നമ്മൾ തുടരുന്നതായിരിക്കും. നാളെയും മറ്റന്നാളും വളരെ പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നിന്നുള്ള സന്ദേശമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഈ സന്ദേശം തുടരുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.
Welcome to Blessing Today, Bible and You Mega Contest. അടുത്ത റൗണ്ട് കമ്പാരിസൺ റൗണ്ടാണ്, താരതമ്യം. 4 സുവിശേഷങ്ങളിലും യേശുവിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സുവിശേഷകന്മാർ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ കൂടിയും കുറഞ്ഞും ഒഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ ആ വ്യത്യാസം കണ്ടെത്തുന്ന റൗണ്ടാണ് കമ്പാരിസൺ റൗണ്ട്. ഇതിന് മാർക്ക് നൽകുന്നത് ഒരു ചോദ്യമായിരിക്കും ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്. ഇതിന് ഒരു ചോദ്യത്തിന് 100 മാർക്കാണ് ശരിയായ ഉത്തരത്തിന് ലഭിക്കുന്നത്. എന്നാൽ ആ ഉത്തരം വളരെ കൃത്യമല്ലെങ്കിൽ, എന്നാൽ ഏകദേശം ശരിയുമാണ്, വളരെ കൃത്യമല്ലെങ്കിൽ 30 മാർക്ക് ലഭിക്കുകയുള്ളൂ. ചോദ്യം ബ്രദർ ജോണിനോടാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിലും മർക്കോസ് 15-ാം അധ്യായത്തിലും ലൂക്കോസ് 23-ാം അധ്യായത്തിലും അതുപോലെ യോഹന്നാൻ 19-ാം അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ സങ്കീർത്തനം 22-ലെ ഒരു തിരുവെഴുത്ത് നിവൃത്തിയായെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ആ തിരുവെഴുത്ത് എന്താണ്? സമയം കഴിഞ്ഞു പോയി. അത് ഇപ്രകാരമാണ്: എൻ്റെ വസ്ത്രങ്ങൾ അവർ വീതിച്ചെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. ഈ ഒരു തിരുവെഴുത്താണ് സങ്കീർത്തനങ്ങൾ 22-ാം അധ്യായം 18-ാം വാക്യത്തിൽ നിന്ന് നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.